വീഡിയോ അല്ലേ? ഇപ്പോൾ ഒരാഗ്രഹം സാക്ഷാത്കരിക്കാൻ പോവാ കേട്ടോ. ഹായ്, എല്ലാവർക്കും കാശ്മീർ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ 4ാമത്തെ ദിവസമാണ് കാശ്മീരിൽ. നമ്മളിന്ന് പോകാൻ പോകുന്നത് പെഹൽഗാമിലേക്കാണ്. ഇതാ നമ്മുടെ ദാൽ ലേക്കാണ് കാണുന്നത്. ദാൽ ലേക്ക് അത്യാവശ്യം ആക്റ്റീവായി തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ ഹോട്ടൽ എന്ന് പറയുന്നത് ദാൽ ലേക്കിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ തന്നെ കാണുന്ന കാഴ്ച ഈ ഒരു കാഴ്ചയായിരിക്കും. ഇന്ന് കുറച്ച് നേരം വൈകിട്ടാട്ടോ നമ്മൾ യാത്ര തുടങ്ങുന്നത്. അത് മറ്റൊന്നും കണ്ടല്ല, ഇന്നലത്തെ ദൂത് പത്രി ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നമ്മളെ ക്ഷീണിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി റിലാക്സ് ചെയ്ത ശേഷം യാത്ര തുടങ്ങിയാലേ നമുക്കും ഒരു ഉന്മേഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ നാഷണൽ ഹൈവേ ആയ NH44 ജമ്മു കാശ്മീർ കന്യാകുമാരി ഹൈവേയിലൂടെയാണ് നമ്മളിപ്പോൾ പെഹൽഗാമിലേക്ക് പോകുന്നത്. പെഹൽഗാമിൽ എന്തൊക്കെ കാണാനുണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് നമുക്ക് അവിടെ കാണാനുണ്ട്. അതായത് അവിടെ എടുത്തു പറയുകയാണെങ്കിൽ അവിടെ ബേത്താവ് വാലി, ആരു വാലി, ചന്ദൻ വാലി, അതുപോലെ മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ബൈസറൻ വാലി, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് അവിടെ പെഹൽഗാമിൽ കാണാനുണ്ട്. അതിലേതെങ്കിലും ഒരു വാലിയിലേക്കായിരിക്കും നമ്മൾ ഇന്ന് പോകുന്നത്. റോഡിൻ്റെ പേരെന്താ പറയുക? മർഹമ സിർഹമ റോഡ്. മർഹമ മുതൽ സിർഹമ വരെ പോകുന്ന റോഡായിരിക്കും. പെഹൽഗാമിലേക്ക് എല്ലാവരും തിരഞ്ഞെടുക്കുന്ന അനന്ത്നാഗ് വഴിയുള്ള ആ ഒരു റൂട്ടല്ലാതെ മറ്റു പല റൂട്ടുകളും ഉണ്ട്. അതിലൊന്നാണ് നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു മർഹമ സിർഹമ ആ ഒരു റോഡ് എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. അതായത് കശ്മീരിൻ്റെ ആ ഒരു ഉൾഗ്രാമങ്ങളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ബൈക്കിൽ ഇങ്ങനെ പോകാൻ പറ്റും. ശ്രീനഗറിൽ നിന്ന് ആനന്ദ്നാഗിലേക്ക് പോകുന്ന വഴി സംഗം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഒരു റൂട്ടിലേക്കുള്ള കട്ടിങ് വരുന്നത്. പെഹൽഗാമിലേക്ക് ബൈക്കിലൊക്കെ പോകുന്ന ഒരു മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റൂട്ട് തന്നെയാണ് കേട്ടോ ഇത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ കുറച്ച് പേര് വണ്ടിയിലേക്ക് ആപ്പിൾ ഇങ്ങനെ കയറ്റുന്നത് കണ്ടത്. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ഇറങ്ങി നോക്കാമെന്ന് വെച്ചു. വിളവെടുക്കുന്ന സീസണാണിത്. അപ്പോൾ എല്ലാവരും ആപ്പിൾ പെട്ടിയിലാക്കി ഫുള്ള് നിറച്ചും പറിച്ച് ആപ്പിൾ പെട്ടിയിലാക്കി അത് കൊണ്ടുപോകാണ്. അപ്പോൾ നമ്മൾ ആപ്പിൾ കാണാനും എടാ മരത്തിൻ്റെ മുകളിൽ നിന്ന് കടിക്കട്ടെ വെച്ച് നോക്കണേ ഒരു ആപ്പിൾ. ആ പെട്ടിയിലൊക്കെ ആപ്പിൾ ഒക്കെ കാണിച്ചു തരുന്നുണ്ട്. നല്ല പറിച്ച് വെച്ച് ഇഷ്ടംപോലെ ആപ്പിൾ. എൻ്റെ മോനെ ചെറിയൊരു ആപ്പിൾ തോട്ടം ഒന്ന് കണ്ടിറങ്ങാൻ വെച്ചിട്ടാട്ടോ ഇവിടെ കയറിയത്. പക്ഷെ ഇവിടെ കയറി മനസ്സിലായി ഇത് ചെറുതൊന്നുമല്ല, ഏക്കർ കണക്കിന് കൃഷി ചെയ്തിട്ട് അത്രയും ആപ്പിളുകളാണ് ഈ കിടക്കുന്നത്. ഈ ഒരു മാസം തോന്നുന്നു ആപ്പിളുകളുടെ ആ ഒരു വിളവെടുപ്പ് സമയം. അതായത് ഈ ഓട്ടം സീസണിലാണ് ആപ്പിള് കുങ്കുമ കൃഷിയൊക്കെ വിളവെടുക്കുന്നത്. അപ്പോൾ ഇത് ആപ്പിൾ വണ്ടി കയറ്റുന്ന തിരക്കിലാണ്. അപ്പോൾ നമ്മളിവിടെ അധികം നിന്നിട്ട് ഇവരെ ബുദ്ധിമുട്ടാക്കണ്ട. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വണ്ടിയിലിറങ്ങി ഇവിടെ കയറട്ടെ ഒരു ഡൗട്ട് അടിച്ച് നിന്ന സമയത്ത് കയറിക്കോ എന്നും പറഞ്ഞിട്ട് ഭയങ്കര നല്ല രീതിയിൽ അവർ നമ്മളെ വെൽക്കം ചെയ്തു. ഭയങ്കര സന്തോഷമായിട്ടോ അത് കണ്ടപ്പോൾ. നമ്മൾ പുറത്തുനിന്ന് ഒരാളെ വന്നപ്പോൾ അവർ എന്ത് നല്ല രീതിയിൽ അവർ നമ്മളെ സ്വീകരിക്കുന്നതെന്നുള്ളത് അത് നമ്മുടെ സുഹൈൽ ബ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ, അതായത് ഇപ്പോൾ പെഹൽഗാം, ദാൽ തടാകം ആ ഭാഗങ്ങളിലുള്ള കുതിര സവാരിക്കാർ, അതുപോലെ നമ്മുടെ ടാക്സിക്കാർ, അവരൊക്കെ നമ്മളെ ചൂഷണം ചെയ്യുള്ളൂ. പക്ഷേ ഈ നാട്ടിൽ ഈ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണുന്ന ആൾക്കാരൊക്കെ നമ്മളെ നല്ല രീതിയിലാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ആപ്പിൾ എടുത്ത് കഴിച്ചോളാനുള്ള ഒരു അനുവാദം കിട്ടിയിട്ടോ. ഒന്ന് എടുത്ത് കഴിച്ച് നോക്കട്ടെ. ആപ്പിൾ തോട്ടോ ഫ്രഷ് ആപ്പിൾ അടിപൊളി. കടിച്ച് ഇവിടെ എത്തി. നമുക്ക് കിട്ടുന്ന ആപ്പിൾ കുറേ ഭാഗമൊക്കെ കേടും അങ്ങനെ പലതുണ്ടാവും. അതൊന്നുമില്ല, നല്ല ഫ്രഷ് സാധനം, ഇപ്പോൾ പറിച്ച് എടുത്ത സാധനം. ഒരു പെട്ടി ആപ്പിൾ വാങ്ങിക്കൊണ്ടല്ലോ. പെട്ടി കണ്ട ഒരു സഞ്ചി ഒരു കവറിലെങ്കിലും ഇതിപ്പോൾ നമ്മൾ നടന്നു പോകുന്നതിനനുസരിച്ച് അവിടെയും ഇവിടെയൊക്കെ ആപ്പിളുകൾ ഇങ്ങനെ കൂട്ടിയിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല നല്ല സ്മെല്ലും
നമ്മൾ നാട്ടിൽ കൂടെ നമ്മൾ ആപ്പിൾ എത്ര കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്മെല്ല്, ഇതാണ് കറക്റ്റ് ആപ്പിളിൻ്റെ സ്മെല്ല്. അത് കറക്റ്റ് ഈ ഒരു തോട്ടത്തിൽ കിട്ടും. എന്താണ് ആപ്പിള് കടിച്ചിത്രേ പറിക്കാൻ പോവാണ്. ഏത് വേണമെന്നാണ് നോക്കുന്നത്. എന്താ ടേസ്റ്റ്? ഫ്രഷ് ആപ്പിൾ, മരത്തിൻ്റെ മുകളിൽ കടിച്ച് പറിച്ച് എടുത്ത ആപ്പിൾ. സാധനം വേറെ കൂടെ കിട്ടുക. അതിന് ഇവിടെ തന്നെ വരേണ്ടി വരും. നല്ല തണുപ്പും. ഈ ഫാമിലെ, അതായത് ഈ ഒരു തോട്ടത്തിലെ മുഴുവൻ ആപ്പിളും പോകുന്നത് ഡൽഹിയിലേക്കാണ്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇതാ ഇങ്ങനെ ഒരുപാട് കൂട്ടിയിട്ട് കാണാം. ഒരുപാട് ലോറികൾ കണ്ട്. ഞങ്ങൾ തുടക്കം മുതൽ വന്ന വഴിക്ക് ഒരുപാട് വലിയ ലോറിയും ചെറിയ വണ്ടികളും ഒക്കെ കാണുന്നുണ്ട്. അതൊക്കെ ഈ ചെറിയ വണ്ടികളല്ല, വലിയ ലോറികളൊക്കെ എന്താ സംഭവിച്ചാൽ ഈ ഒരു കാശ്മീരി ആപ്പിളിൻ്റെ ആ ഒരു ബോക്സ് ഉണ്ട്, ആ ഒരു കെട്ട് ബോക്സുമായിട്ട് വരും. അത് നിറച്ച് അവർ ഡൽഹിക്ക് കൊണ്ടുപോവുക ചെയ്യുന്നത്. നീ എവിടെ നോക്കിയാലും ആപ്പിൾ തോട്ടങ്ങൾ. പക്ഷെ ഇവിടെ നിന്നൊക്കെ ആപ്പിള് എടുത്തു തോന്നുന്നു അല്ലേ? വിളവെടുപ്പ് കഴിഞ്ഞ ആപ്പിൾ തോട്ടം. അത് ഏകദേശം സീസണ് ഒക്ടോബർ പകുതിയൊക്കെ ആകുമ്പോഴേക്ക് ആപ്പിൾ വിളവെടുക്കുന്ന സമയമാണ്, കഴിയേണ്ട സമയമാണ്. പിന്നെ ഈ ഒക്ടോബറോടെ കംപ്ലീറ്റ് ആവും. നമുക്കിത് അവസാന ഘട്ടം നമുക്ക് കാണാൻ പറ്റി. നമ്മളൊരു ഇച്ചിരി കൂടി ലേറ്റ് ആയിരുന്നെങ്കിൽ അതും കിട്ടൂലായിരുന്നു. നമ്മുടെ നാട്ടിൽ വരുന്ന ആപ്പിൾ അല്ലടോ. ആ സ്മെല്ലൊക്കെ വിട്ടിട്ടുള്ള പഴയ എത്രയോ പഴക്കമുള്ള സാധനം നമ്മളെടുത്തെത്തുന്നത്. ഇത് ഫ്രഷ് സാധനത്തിന് ഭയങ്കര സ്മെല്ലാട്ടോ ആപ്പിളിന്. നമ്മളെടുത്തെത്തുന്ന സാധനമേ അല്ല ഈ ശരിക്കുള്ള ആപ്പിൾ. നല്ല അടിപൊളി നല്ല സ്മെല്ല്, ഒന്നും പറയാനില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഈ ഒരു യാത്രയിൽ ഇന്നിപ്പോൾ കിട്ടിയത്. നമ്മളുടെ ഡെസ്റ്റിനേഷനായ പഹൽഗമിലേക്ക് ഇനിയും ഒരുപാട് ദൂരമുണ്ട്. ഓട്ടം സീസണിൽ മാത്രം കിട്ടുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ നമ്മുടെ റോഡിൻ്റെ രണ്ട് വശത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇല പൊഴിക്കാറായി നിൽക്കുന്ന മരങ്ങളൊക്കെ ആ ഒരു കളർ വ്യത്യാസം വന്ന് ചുവപ്പും മഞ്ഞയും കളറായിട്ട് നിൽക്കുന്ന ആ ഒരു കാഴ്ച, അത് നമുക്ക് ഇപ്പം മാത്രമേ കിട്ടുള്ളൂ. അടിപൊളി കാഴ്ച കേട്ടോ. ഈ ഒരു പാടം കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്, നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ പാമ്പോർ വഴിയായിരുന്നു കേട്ടോ വന്നത്. പാമ്പോർ അറിയാലോ, അതായത് കുങ്കുമ കൃഷിക്ക് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് പാമ്പോർ എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ അവിടെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വേറൊന്നുമല്ല, കുങ്കുമം ആ പൂത്ത് നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു കാഴ്ച കിട്ടുള്ളൂ. കുങ്കുമം പൂക്കുന്ന സമയം ആയിട്ടില്ല. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നവംബർ പകുതിക്ക് ശേഷം മാത്രമേ കുങ്കുമം വിളവെടുക്കൂ എന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മൾ ഇപ്പോൾ ബോർഡ് കണ്ടപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഫേമസ് ആയിട്ടുള്ള അമർനാഥ് ഗുഹാക്ഷേത്ര തീർത്ഥാടനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് കേട്ടോ. അതായത് പഹൽഗാമിലെ ചന്ദൻവാരിയിൽ നിന്നാണ് അമർനാഥ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 48 കിലോമീറ്റർ കാൽനടയായിട്ട് വേണം യാത്ര ചെയ്യാൻ. ഇപ്പം നമ്മൾ കടന്നുപോയതാണ് പഹൽഗാം ടൗൺ. അപ്പോൾ നമ്മൾ അധികം അവിടെ ചിലവഴിക്കുന്നില്ല, കാരണം ഇപ്പം തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാനിൽ ആരു വാലി ആക്കാമെന്ന് വെച്ചു. ആരു വാലിയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ബാക്കിയുള്ള ബേത്താവ് വാലി അങ്ങനെയുള്ള അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. അവിടേക്ക് നമ്മൾ മറ്റൊരു ദിവസം മറ്റൊരു യാത്രയിൽ നമ്മൾ വരുന്നതായിരിക്കും. ആരു വാലിയിലേക്ക് ബൈക്കൊക്കെ എടുത്ത് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇപ്പോൾ ഒരാളെ കണ്ടില്ലേ, അയാൾ നമ്മളെടുത്ത് ടോക്കൺ എടുക്കണം എന്ന് പറഞ്ഞിട്ട് കൈ കാട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നിർത്തിയിട്ടില്ല. കാരണം അവിടെ അങ്ങനെ ഒരു ടോക്കണിൻ്റെ ആവശ്യമില്ല. നമ്മൾ ബൈക്ക് എടുത്ത് വരികയാണെങ്കിൽ ഒരു ടോക്കൺ, ഒരു പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആരു വാലി വരെ പോവാം. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ ആരെങ്കിലും കൈ കാണിക്കുകയാണെങ്കിൽ അത് അവിടെ നിർത്താതിരിക്കുന്നതാണ് നല്ലത്. നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകും. താഴത്തെ വാലി നോക്ക് മോനെ, അതിൻ്റെ ഭംഗി നോക്ക്. കുതിരകള്, എന്താ രസം താഴെ.
ശരിക്കും ബൈക്ക് എടുത്ത് ഇറങ്ങിയത് മുതലായത് ഇന്നാന്ന് വേണേൽ പറയാം. അതിൻ്റെ കാരണം നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു കാഴ്ചയാണ്. നമ്മളിപ്പോൾ കുറച്ച് അരമണിക്കൂർ 3/4 മണിക്കൂറായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് നമ്മൾ പോകുമ്പോൾ കാണുന്ന ലിഡാ റിവർ ഒഴുകുന്നത്, അതിൻ്റെ സൈഡിൽ ആ താഴ്വരകൾ, അവിടെ ചെമ്മരിയാടിൻ കൂട്ടങ്ങൾ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നത്, തൊട്ട് മുകളിലായിട്ട് മഞ്ഞുമലകൾ കാണുന്നത്. അങ്ങനെ ഇത് കണ്ടുകൊണ്ടാണ് നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത കാഴ്ച കേട്ടോ. ശരിക്കും ഇന്നത്തെ ഈ ഒരു യാത്ര തന്നെ നമുക്ക് അത് മുതലായ ഫീലാണ്. കശ്മീർ ശരിക്കും എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു ബൈക്ക് എടുത്ത് തന്നെ വരണം. കാറിൽ പോയാൽ പോലും ഈ ഒരു ഫീല് കിട്ടൂല. അങ്ങനെ പെഹൽഗാമിൽ നിന്ന് 14 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മൾ ആരുവാലി എത്തിയിട്ടോ. ഇതവിടെ തരക്കേടില്ലാത്ത രീതിയിൽ വണ്ടികളും ആൾക്കാരെയൊക്കെ കാണുന്നുണ്ട്. എന്നിരുന്നാലും ഒരുപാട് പേരെയൊന്നും കാണാൻ പറ്റില്ല, കാരണം ഇത് സീസൺ അല്ല ഈ ഒരു ഏരിയയിൽ. ഇവിടെ പുൽമേടുകൾ, താഴ്വരകളാണ്. സീസൺ എന്ന് പറയുന്നത് ഏപ്രിൽ ടു ജൂലൈ മാസങ്ങളിലാണ്. ആരുവാലിയിൽ പോവാം. നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആരുവാലി, കേവ്, റിവർ വ്യൂ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മളിപ്പോൾ ആരുവാലിയിലേക്കാണല്ലോ വന്നത്. അപ്പോൾ ആരുവാലി കാണാൻ വേണ്ടി പോവാണ്. അത്യാവശ്യം വെയിലുണ്ടെങ്കിലും തണുപ്പ് ഇപ്പോഴും 8 ഡിഗ്രി ഒക്കെ തന്നെ കേട്ടോ. അതുകൊണ്ട് തണുപ്പിനൊരു കുറവില്ല. ഞങ്ങൾ ഫുൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. ഈ വെയിലും കൂടി ഇല്ലേ പറയണ്ട. അല്ലാണ്ട് നമ്മളതാ മഞ്ഞ്. വേറെ റൂട്ട് പിടിക്കാനാ? ഈ വഴിക്ക് പോവാതെ ഈ വഴിക്ക് കയറിയാലോ? കുത്തനെ കയറി, നല്ല കുത്തനെ കുറേ കയറിയാണ്. ട്രക്ക് ചെയ്ത് അവസാനം സോനാമാർഗ് എത്തുമ്പോൾ നമ്മൾ ഉണ്ടാവുമോ? സോനാമാർഗ് അല്ല, കാർഗിൽ. സോനാമാർഗ് ട്രക്കിംഗ് അല്ല, അതൊക്കെ കാണാൻ നമ്മൾ കുറച്ച് കയറി പിടിച്ചപ്പോഴേക്ക് ആണ് അവസ്ഥ. അപ്പോൾ നമ്മളെ ആരുവാലിൻ്റെ ബോർഡെത്തി. അപ്പോൾ ഇവിടെ നമ്മളെ മുന്നേ പോയ അവിടെ കുതിര കാണാം. നമ്മൾ നേരത്തെയൊക്കെ കണ്ടിട്ടുള്ള ടൈപ്പ്, അതായത് എവിടെ പോകുമ്പോഴും ദൂത് പത്രി പോയപ്പോഴും ഒക്കെ കണ്ടിട്ടുള്ള ടൈപ്പ് വീടുകൾ, ആട്ടിടന്മാരുടെ വീടുകൾ നമുക്ക് ഇവിടെയും കാണാം കേട്ടോ. ഇന്നലത്തെ പോലെ എന്തായാലും കഠിനമായ ട്രക്കിംഗ് അല്ല, കുറച്ചേ ഉള്ളൂ. കോടമഞ്ഞ് താഴ്വരയിൽ രാത്രി മുല്ല പൂക്കുമ്പോൾ എന്താ. ഈ കാണുന്നതാണ് ആരുവാലി താഴ്വര. നേരത്തെ പറഞ്ഞ പോലെ ശ്രീനഗറിൽ നിന്ന് 89 കിലോമീറ്റർ സഞ്ചരിച്ച് നമുക്ക് പെഹൽഗാമിൽ നിന്ന് 13 കിലോമീറ്റർ സഞ്ചരിച്ച് നമുക്ക് ആരുവാലിയിലേക്ക് എത്താം. ആരുവാലിയിലേക്ക് പെഹൽഗാമിൽ നിന്ന് ടാക്സി സർവീസ് ഉണ്ട്. ഒരു ടാക്സിക്ക് 600 രൂപയോളമായിരിക്കും വരുന്ന ചിലവ്. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള സമ്മർ സീസണിലാണ് ആരുവാലിയെ നമുക്ക് ഏറ്റവും ഭംഗിയിൽ കാണാൻ സാധിക്കുക. മഞ്ഞിനെ വരവേൽക്കാൻ വേണ്ടി ഉണങ്ങിക്കിടക്കുന്ന ഈ ഒരു പുൽമേട് ആ ഒരു സമയമാകുമ്പോഴേക്ക് പച്ചപ്പ് നിറഞ്ഞിട്ടുണ്ടാവും. അവിടെ ഒരു സൗണ്ട് കേട്ടില്ലേ, അവിടെ പോയേക്കാം. അത് ഇനി വരാൻ പോകുന്നതേ വിൻ്റർ അല്ലേ. അപ്പോൾ വിൻ്റർ സീസണിൻ്റെ മുന്നോടിയായിട്ട് ഈ കാലികൾക്ക്, വിൻ്ററിലേക്ക് വേണ്ട കുതിരകൾക്ക്, കന്നുകാലികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പുല്ല് ശേഖരിക്കുന്നതാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അവരിത് ആ പുല്ലൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്, പുല്ല് വെട്ടിയിട്ട്. അതിനി കുറച്ച് കഴിഞ്ഞിട്ട് കഴുതപ്പുറത്ത് നേരെ താഴെ അവരുടെ വീടുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. നമ്മൾ കാശ്മീരിലെ ആട്ടിടയന്മാരുടെ ആ ഒരു ലൈഫ് പറഞ്ഞാണല്ലോ. അതായത് വിൻ്റർ ആകുമ്പോൾ അവർ മലയിറങ്ങി താഴോട്ട് പോകും. വീണ്ടും ആ ഒരു സമ്മർ സീസൺ ആകുമ്പോൾ പുല്ലുകൾ മുളയ്ക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വീണ്ടും തിരിച്ചു വരിക ചെയ്യുന്നത്. നമ്മൾ ആരുവാലിയിൽ നിന്ന് തിരികെ പോവാട്ടോ. അപ്പോൾ എന്താ, ആരുവാലിയിൽ ആരുമില്ല. അത് സംഭവം എന്താ വെച്ചാൽ സീസണല്ല.
വിൻ്റർ എടുക്കാറായി. ഓട്ടം സീസൺ അല്ല ഇവിടെ ബെസ്റ്റ്, സമ്മർ സീസണാണ്. ഈ സമ്മറൊക്കെ നല്ല പുല്ലൊക്കെ മുളച്ച് നല്ല പച്ച പുൽമൈതാനായി കിടക്കുന്ന സമയമാണ്. അടിപൊളി. ആരുവാലിയുടെ ആ ഒരു ബോർഡിൻ്റെ അടുത്തുനിന്ന് മുകളിലേക്ക് കുറച്ച് പേര് കയറുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ നമ്മൾ ഒന്ന് അവിടേക്കൊന്ന് പോയി നോക്കുകയാണ്. ഇങ്ങോട്ട് ഇവിടെ എല്ലായിടത്തും കുത്തനെയുള്ള കയറ്റാണ്. വേഗം നമുക്ക് കിതപ്പ് വരും. ഒന്നാമത് ഹൈ ആൾട്ടിറ്റ്യൂഡാണ്. അവിടെ നിന്ന് വീണ്ടും ഉയരത്തിലാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നല്ല കിതപ്പുണ്ടാവും. ഓ, സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നത് നന്നായി കേട്ടോ. കാരണം നമ്മൾ ആരുവാലിയിൽ ആ ഉണങ്ങി കിടക്കുന്നതാണ് കണ്ടത്. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് താഴെ ആ ഭാഗത്തൊക്കെ നല്ല പച്ചപ്പ് കാണുന്നുണ്ട്, നല്ലൊരു പുൽമേട് കാണുന്നുണ്ട്. പിന്നെ ദൂരെയായിട്ട് നമുക്ക് ആട്ടിടയന്മാരുടെ വീടുകളും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എന്താ ഉള്ളതെന്നൊന്നും അറിയാൻ വേണ്ടി ചുമ്മാ ഒന്ന് കയറി നോക്കിയാണ്. റമീസ് താഴെയായിട്ടുള്ളത്. ഇതാ ഇവിടെ കുറച്ച് ആട്ടിടയന്മാരുടെ വീടുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇവിടേക്കല്ല, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുകളിലാണെന്ന് തോന്നുന്നു. അപ്പർ ആരു മെഡോ എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്. അതായത് കുറച്ചുകൂടി നല്ല വിശാലമായിട്ടുള്ള മെഡോ ആയിരിക്കണം. അവിടെ നിന്നാണ് ആൾക്കാർ ഇറങ്ങി വരുന്നത് കണ്ട്. കുതിരപ്പുറത്തും ആൾ പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സൈഡ് കൂടുള്ള ആ വഴിക്കാണ് അങ്ങോട്ട് പോകുന്നത്. നമുക്കെന്തായാലും അങ്ങോട്ട് പോകാനുള്ള ഒരു സമയമില്ല കേട്ടോ. നമ്മൾ അവിടെ ഇപ്പോൾ തന്നെ ഒരുപാട് സമയമായിട്ടുണ്ട്. നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇനി താഴെ പോയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. എനിക്കിവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ പഹൽഗാമിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക്, പഹൽഗാമിൽ ഒരു മിനിമം ഒരു 2-3 ദിവസമെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ശരിക്കും നമ്മളിന്ന് ആരുവാലി മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ഇതൊന്നുമല്ല, ബത്ത വാലി, ചന്ദൻ വാലി, അതൊക്കെ ഗംഭീര സ്പോട്ടുകളാണ്. അതൊക്കെ നമുക്ക് കാണണമെങ്കിൽ നമ്മളൊരു മിനിമം ഒരു 2 ദിവസമെങ്കിലും എടുത്തിട്ട് ഒരു ദിവസം പഹൽഗാമിൽ സ്റ്റേ ചെയ്യാൻ കണക്കാക്കി വരുന്നതാണ് നല്ലത്. ഇപ്പോൾ എന്തായാലും നമ്മൾ ആരുവാലിയിൽ നിന്ന് തിരിച്ച് പോവുകയാണ്. ഇപ്പോൾ താഴോട്ട് ഇറങ്ങുകയാണ്. റമീസ് താഴെ കാത്തുക്കുന്നുണ്ട്. അവിടെ ഫോൺ വിളിച്ചാൽ കിട്ടില്ല, റേഞ്ചില്ല. അതുകൊണ്ട് വേഗം ഇറങ്ങട്ടെ. അപ്പോൾ ആരുവാലിയോട് നമ്മളിതാ യാത്ര പറയാൻ പോവുകയാണ്. ഇതാ ഈ ഒരു കാഴ്ച ഉണ്ടോ, ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുന്ന ആ ഒരു സമ്മർ സീസണൊക്കെ ആകുമ്പോൾ ഒരുപാട് ആളുകൾ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമായിരിക്കും. ഇപ്പം തന്നെ ഇതിൻ്റെ ഭംഗി അടിപൊളിയാണ്. അപ്പോൾ അപ്പോഴത്തെ കാര്യം പറയണ്ടല്ലോ. ഇതാ തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ വെട്ടിയിട്ട പുല്ലൊക്കെ അവർ ഇതാ കഴുത മാത്രമേ ഉള്ളൂ കേട്ടോ. പുള്ളിക്കാരൊറ്റയ്ക്ക് തിരിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളിതാ പഹൽഗാമിൽ നിന്ന് തിരിച്ച് ശ്രീനഗറിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും ബായ്. പിന്നെ പോകുന്നതിന് മുന്നേ ഒറ്റ കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇവിടെ ഒരു പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കടയല്ല ഇത് കറക്റ്റ് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ദർഗയുണ്ട്. പഹൽഗാമിൽ നിന്ന് വരുന്ന വഴിക്കുള്ള ഐഷ്മുഖാം ദർഗ, ഫേമസ് ആയിട്ടുള്ള ഒരു മലയുടെ മുകളിലുള്ള ഒരു ദർഗയാണ്. അപ്പോൾ അവിടേക്ക് സ്റ്റെപ്പ് കയറുന്നതിൻ്റെ 2 സൈഡിലായിട്ട് ഒരുപാട് കച്ചവടക്കാരെ നമുക്കിങ്ങനെ കാണാൻ കഴിയും. രാത്രി ആയതുകൊണ്ട് വീഡിയോ എടുത്തൊന്നും ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാത്തത്. എന്നാലും പറയാം, ഈ ഒരു ദർഗ നിങ്ങൾ മിസ് ചെയ്യേണ്ട. പഹൽഗാം പോവുകയാണെങ്കിൽ പോയി വരുന്ന വഴിക്ക് രാത്രി ആവുന്നതിൻ്റെ മുമ്പ് തന്നെ നേരെ വിട്ടോളി. ഐഷ്മുഖാം ദർഗ ശരിക്കും അടിപൊളി, കാണേണ്ട ഒരു ദർഗ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരോടും ഒരിക്കൽ കൂടി ബായ് പറയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പം ബായ്.